കളിക്കാൻ സ്ഥലമില്ല. കോർണറിൽ അടിക്കാൻ സ്ഥലമില്ല കേട്ടോ. കോർണറിന്റെ ഭാഗമൊക്കെ കാണികളാണ് ഫുള്ളായിട്ട്. സത്യം പറയാലോ, എന്താ ഫൈനൽ നടക്കാതിരിക്കാണ്. ഒരു നല്ലൊരു കളി നടക്കാൻ കഴിയില്ല. അവിടെ ഗ്രൗണ്ടിന്റെ ഭാഗം നോക്കിയാൽ വളഞ്ഞ് തിരിഞ്ഞു പോയാണ്. കാണികൾ ഗ്രൗണ്ടിന്റെ പരിധിക്ക് എത്തിയിട്ട് കളി നടക്കൂലെന്ന്. തിരുവങ്ങാടിയിലെ ഒരു വലിയൊരു സംഭവം തൊട്ടാ ഇതെല്ലാവരും ഷെയർ ചെയ്യും. ഇനി ഒരുപാട് സെവൻസ് നടക്കാനുണ്ട്, ഒരുപാട് സെവൻസ് നടക്കാനുള്ളതാണ്. അവിടെ ഒന്നും ഇതുപോലെ ആവരുത്. ഇപ്പോൾ കാണികൾ കണ്ട ഗ്രൗണ്ടിൻ്റെ പകുതി ഭാഗത്തെത്തി. ഇത് കണ്ട കാണികൾ ഇരച്ച് കയറാണ്. അവിടെ കണ്ട കോർട്ടിലെത്തി. ഫസ്റ്റ് ക്വാർട്ടർ, സെക്കൻഡ് ക്വാർട്ടറിലെത്തി. ഇത് കണ്ട ജനങ്ങൾ നോക്കിയ കളിക്കാൻ സ്ഥലമില്ല. ഡിനു ഡേയ്സ് അടിച്ചാൽ മതി. DINU ഡിനു ഡേയ്സ് അടിച്ചാൽ മതി. ഫുള്ള് കാണാൻ പറ്റാത്ത കോലട്ടോ. ഇത് കണ്ട ജനങ്ങള് ഇരമ്പിക്കാര് അവിടെ. ഇനിയിപ്പോൾ എന്താ സംഭവം അറിയാം. കോർട്ടിന് കോർണറും ഇല്ല, പെനാൽറ്റി ഏരിയ ഒന്നുമില്ല. ഇത് ടോസ് ഇട്ട് വിജയികളെ പ്രഖ്യാപിക്കാൻ നല്ലേ. അപ്പോൾ ഒരു അടിയും കാണാം. കാരണം ഗാലറിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ടിക്കറ്റ് എടുത്ത് കയറിയവരാണ്. ഈ ഗാലറിയിലുള്ള ഏകദേശം ഒരു 95% ആളുകളും ടിക്കറ്റ് എടുത്ത് കയറിയതാണ്. പക്ഷേ ഈ നിൽക്കുന്നവരൊന്നും ടിക്കറ്റ് എടുത്ത് കയറിയതായിരിക്കില്ല. കാരണം അവിടെ ടിക്കറ്റ് കഴിഞ്ഞിരുന്നു നേരത്തെ. ആരൊക്കെ എനിക്ക് വിടുന്നുണ്ട്. ഫാറൂഖ് ബുഗീറൊക്കെ കാണുന്നുണ്ടല്ലേ ഗൾഫിൽ നിന്ന്. ഇത് നോക്കണ ഫാറൂഖ് ലൈവ് ഷെയർ ചെയ്യട്ടാ, എന്നാലേ ഞാൻ ലൈവിൽ വരുള്ളൂ. ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ്, ലൈവ് നിങ്ങൾ ഷെയർ ചെയ്താൽ മാത്രമാണ്, ഞാൻ ഷെയർ ചെയ്താൽ മാത്രമേ ഞാൻ ലൈവിൽ വരുള്ളൂ. പ്രവാസികളോട് പറയാനുള്ളത് ലൈവ് ഷെയർ ചെയ്യും. നിങ്ങൾക്കും വേണ്ടി ഞാൻ ഈ ലൈവ് ഇടുന്നത്. ആബിദ് ബിൻ ഒന്നും ആയിട്ടില്ല. അതാ നോക്ക്,
ആബിദ് ബിൻ മുഹമ്മദ്. ആബിദ് ഇത് സംഭവം എന്താ അറിയോ, ഇതൊന്ന് കളി നടക്കൂല. കാരണം ചെക്ക് നോക്കിയാ ഈ പോസ്റ്റ് നോക്കി, ഇത് നമ്മളെ റോഡ് സൈഡിലുള്ള പോസ്റ്റാണ്. ഈ പോസ്റ്റിന്റെ ഭാഗത്തെത്തി ജനങ്ങള്. ഈ ഗ്രൗണ്ട് ഇപ്പൊ എന്താ പറയുക, ചെരങ്ങനെ പോലെ. ഈ ഗ്രൗണ്ടിന്റെ രൂപം എങ്ങനെ പറഞ്ഞിട്ടാണ്? ഗ്രൗണ്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഗ്രൗണ്ടിന്റെ രൂപം? ഗ്രൗണ്ട് ചെമ്പട്ടിനെ പോലെ ആയില്ലേ? ഗ്രൗണ്ട് ചെമ്പട്ടിനെ പോലെ ആയില്ലേ? അവിടെ അടി, അവിടെ അടി, അടി അടി, അവിടെ അടി, അവിടെ അടി, അവിടെ അടിച്ചടിച്ച്, അവിടെ അടിച്ച്, അവിടെ അടിച്ച്. കളി നിർത്തുവാ. പൊന്നാര സുഹൃത്തുക്കളെ, മലയാളികളെ, മലപ്പുറത്തുകാരെ, നമ്മുടെ നാട്ടിലെ ഫുട്ബോളിൻ്റെ പ്രാന്ത്, നമ്മുടെ നാട്ടിലെ ഫുട്ബോൾ പ്രാന്ത് നിങ്ങളൊന്ന് വൈറലായിക്കോളി, നിങ്ങളത് ഷെയർ ചെയ്തോളി. ഇത് സംഭവം കേട്ടാ, തിരൂരങ്ങാടിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. എന്തൊരു മനുഷ്യന്മാരല്ലേ ഈ ചങ്ങായിമാർ ചെയ്ത് നോക്കി. ഇവിടെയൊക്കെ ഒഴിവ് കിടക്കണം, അങ്ങോട്ട് കയറിയല്ലോ. ഇത് കണ്ടോ, ഇവിടെയൊക്കെ ലൈന് കിടക്കണ നോക്കിയാ. ഫാറൂഖ് ലൈന് കിടക്കണ നോക്കി. ലൈൻ ഇവിടെ കിടക്കണതാ, ഞാൻ കാണിച്ചാ. ലൈൻ ഇപ്പൊ എവിടെ കാണിച്ചാ? ആ തൂണിന്റെ മുകളിൽ കയറി. ഇത് സുനാമി പോലെയാണ്, സുനാമി പോലെയാണ്, ഇങ്ങനെ പോവാണ്. ഹലോ, ലൈവ് കട്ടാക്കട്ടെ, ലൈവ് ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ, ലൈവ് കട്ടാക്കട്ടെ. ഹലോ പോയി പറയും, ലൈവ് കട്ടാക്കട്ടെ. ഫാറൂഖ് ലൈവ് കട്ടാക്കട്ടെ, ബാറ്ററി തീരാറാടാ. നമ്മൾ ഷെയർ ചെയ്തോടി. സ്കോർ ആരും അടിച്ചിട്ടില്ല.
ലൈവ് കട്ടാക്കണ്ട, നിങ്ങൾ ഷെയർ ചെയ്യേ. പോലീസുണ്ട്, പോലീസൊക്കെ എയറിലാണ്. പോലീസൊക്കെ കുറേ ഉണ്ടായിരുന്നു, പോലീസൊക്കെ എയറിൽ കയറി. പോലീസ് ഇങ്ങനെ മാന്യമായിട്ട് പറയാനല്ലേ പറ്റുള്ളൂ. ഷിയാബ് കൊള്ളാപ്പിയ, ഷിയാബ് അജോടെ ഗാലറി ഉണ്ടാ? ഷിയാബ് ചുള്ളാപ്പിയ ഗാലറി ഉണ്ടാ? സി ഐ കഷ്ടപ്പെട്ട ആളുകളെ ഇരുത്തുന്നു. സി ഐ ആണ്, സി ഐ കഷ്ടപ്പെട്ട ആളുകളെ ഇരുത്തുന്നു. ഇവിടെ ഇപ്പം എന്താ സംഭവം ചെയ്ത് കൊടുത്ത് ചെറിയ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം അതാണ്, ഈ പോലെ ലാത്തി ചാർജ് ഉണ്ടായാൽ കുട്ടികൾക്കൊക്കെ പരിക്കേറ്റും. അപ്പോൾ ലാത്തി ചാർജ് ഒന്നും ഇല്ലാക്കാൻ നന്നാവുക. നമ്മളെ മൊട്ടക്കാക്ക കണ്ട, മൊട്ടക്കാക്ക ഇതാ നിൽക്കണം. മൊട്ടക്കാക്കെന്ന് വലിയ സൈലൻ്റാണ്. മൊട്ടക്കാക്കാൻ്റെ പരിപാടി നടക്കൂല. മൊട്ടക്കാക്ക ഭാവമൊക്കെ ഉണ്ട്. പൈസ തിരിച്ചു കൊടുക്കണ്ടേ? ആളുകൾ അങ്ങനെ പോസ്റ്റ് എത്തിയിട്ടാ. നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരുരങ്ങാടി ഫുട്ബോൾ കോർട്ടിലെ ചരിത്രമാണിത്. ജനസാഗരം. പോലീസും ഡ്രാമ കെയറിൻ്റെ ആളുകളും കമ്മിറ്റിയും എല്ലാം ഉണ്ടായിട്ടും കാണികളെ നിയന്ത്രിക്കാൻ കഴിയാതെ യാതൊരു കാരണവശാലും പോലീസ് ഇടപെട്ടിട്ടും
റോമാക്കാരുടെ ആളുകളുടെ വിട്ടിട്ടും ഇനി കമ്മിറ്റിയും ഇത് നിയന്ത്രിക്കണമെങ്കിൽ അവനവനെ നിയന്ത്രിക്കുക തന്നെ വേണം. പക്ഷെ അവനെ നിയന്ത്രിക്കില്ല. കാരണം എല്ലാവരും ഒരു ഗോളവസരമായിരുന്നു. ആ ഗോളവസരം കാണിക്കാൻ പറ്റിയില്ല. അപ്പുറത്ത് ഇതൊക്കെ ഉണ്ട്, സ്ക്രീനൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടുകാർ ഈ വീഡിയോ കാണുമ്പോൾ ഒന്ന് ഷെയർ ചെയ്യട്ടാ. ഒരു ഷെയർ ചെയ്തിട്ട് ഒന്നും നഷ്ടപ്പെടാല്ല. വീഡിയോ എല്ലാവരും കാണട്ടെ. നമ്മുടെ കേരളത്തിലെ മുഴുവൻ ആളുകളും നമ്മുടെ പ്രവാസി മലയാളികളൊക്കെ നമ്മുടെ വീഡിയോസ് കാണട്ടെ. നമ്മുടെ മലയാളക്കരയിലെ ഇതൊരു കിക്ക്, ദുർബലമായിട്ടുള്ള കിക്കായിരുന്നു. ഇവിടെയാണ് പോലീസും ജനങ്ങളും സീനാവുന്നത്. നമ്മളെ തെക്ക് ഭാഗത്തുള്ള പോസ്റ്റിൻ്റെ ഏരിയയിലാണ്. വടക്ക് ഭാഗത്തിരിക്കുന്ന എന്നാണ് കാണികളൊക്കെ നല്ല ആളുകളാട്ടോ. നല്ല ആളുകൾ വെച്ചാൽ നല്ല നിശബ്ദരായിട്ടിരിക്കുകയാണ്. അവർക്കൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ല. എന്നുവെച്ചാൽ സ്കൂളിൻ്റെ ഭാഗത്തുള്ള അവിടെ നല്ല മുന്നേറ്റം നടക്കുന്നുണ്ട്. നല്ലൊരു മുന്നേറ്റം നടക്കുന്നുണ്ട്. അബുവിൻ്റെ കാലിൽ ബോളൊക്കെ ഉണ്ട്. ഇതാണ് അബു. നല്ലൊരു ഷോട്ട്, ലോങ് ഷോട്ട് ഗാലറിക്ക് മുകളിലൂടെ പുറത്തേക്ക് കൊണ്ടായിരുന്നു. മൊബൈൽ നല്ല മുറുക്കി പിടിച്ചോളേ. മൊബൈൽ നല്ല മുറുക്കി പിടിച്ചോ, കയ്യിൽ നിന്ന് തെറിക്കോ ആൾക്കാർ. അവിടെ എന്തോ സംഭവിച്ചു. എന്തൊക്കെ സംഭവിക്കാതിരിക്കുന്നു. സംഭവിക്കാം. ഹലോ എൻ്റെ ഓഡിയൻസ്, ഹലോ എൻ്റെ ഫോളോവേഴ്സിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ ലൈവ് കട്ടാക്കട ഇതില്ല, എന്താ പറയുക, ബാറ്ററി ലോ ആയി. കുറേ നേരം തുടങ്ങിയിട്ട് പിന്നെ 5% ബാറ്ററി ഉള്ളൂ കേട്ടോ. ഞാൻ ലൈവ് കട്ടാക്കാണ്ട, ഒന്നും വിചാരിക്കേണ്ട പ്ലീസ്. ഏത് സമയത്ത് ലൈവ് കട്ടാവും. ഒന്ന് ഷെയർ ചെയ്തോടി. അവിടെ തുടങ്ങി. അവിടെ തുടങ്ങി. നമ്മുടെ ഗ്രൗണ്ടിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഗാലറികൾ നിശബ്ദരായിരുന്നു. അവരും തുടങ്ങി. കൂടുതൽ പട്ടാളം എത്തി, കൂടുതൽ പോലീസുകാരെത്തി. ഇനി എന്ത് സംഭവിക്കാം. പോലീസ് എത്തി. പോലീസിന്റെ കൂടെ നമ്മുടെ തഹസിൽദാറുണ്ട്. കളക്ടറുണ്ടോ? കളക്ടറാണോ? അല്ല. എന്ത് സംഭവിക്കാം. അത് കുറച്ച് പോലീസുകാർ കുറുമ്പിൽ വരുന്നുണ്ട്. എന്ത് സംഭവിക്കാൻ നോക്കട്ടെ. എന്ത് സംഭവിക്കുന്ന നോക്കിയിരുന്ന് കാണാം. പോലീസും കാണികളും തമ്മിൽ എന്തായിരിക്കും നമ്മൾ നോക്കട്ടെ. എന്തായിരിക്കും അവസ്ഥ നോക്കട്ടെ. കുറച്ച് പോലീസുകാരുടെ എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് എത്തിയിട്ടുണ്ട്. എന്തായിരിക്കും സ്ഥിതി. എന്തായിരിക്കും. ഒരു ഗ്രൗണ്ടിന്റെ അവസ്ഥ വരെയാണ്.
പോലീസ് ഗ്രൗണ്ടിൽ നിന്ന് ആളുകൾ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾക്ക് മാറാനുള്ള സ്ഥലമല്ല. അവർ അത്രയ്ക്ക് റഷാണ്. ഷമീർ ആരും ഗോളടിച്ചില്ല. ഷമീർ ആരും ഗോളടിച്ചില്ല. ഗോളടിക്കാനുള്ള ഗ്രൗണ്ടില്ല, കളിക്കാനുള്ള ഗ്രൗണ്ടില്ല. ഗ്രൗണ്ട് നന്നായിട്ട് ചുണ്ടേമാങ്ങ മാതിരിയായി. ഗ്രൗണ്ട് നന്നായിട്ട് ചുണ്ടേമാങ്ങൻ്റെ മാതിരിയാണ്. എങ്ങനെയൊക്കെ ആളുകളെ നിയന്ത്രിക്കാൻ നോക്കട്ടെ. പക്ഷെ ആളുകൾക്ക് ഇരിക്കാനുള്ള സ്ഥലമല്ല. ആളുകൾക്ക് ഗ്രൗണ്ടിൽ പോലും ഇരിക്കാനുള്ള സ്ഥലമല്ല. പ്രശാന്ത് മണിമേള അവിടെ വീഡിയോസ് എടുക്കുന്നുണ്ട്. പ്രശാന്ത് മണിമേള നല്ല വീഡിയോസ് എടുക്കുന്നുണ്ട്. പ്രശാന്ത് ലൈവല്ല ഇടുന്നത്. പ്രശാന്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പ്രശാന്ത് വീഡിയോസ് എടുക്കുകയാണ്. മാറൂഫ് എന്നാണ് ഗോളടിച്ചില്ല. ആരും ഗോളടിച്ചില്ല. കളി തുടങ്ങിയിട്ട് 25 മിനിറ്റായി. ആരും ഗോളടിച്ചിട്ടില്ല. നമ്മുടെ നാട്ടുകാരുണ്ട്. പ്രശാന്ത് മണിമേള അതാ നോക്കട്ടെ. പ്രശാന്ത് മണിമേള നന്നായിട്ട് വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നാളെ പോസ്റ്റും. വൽക്കാരം മൂട് അടി കുറേ നേരം അടിയടി. ആരെ അടിയടിയിലാണ്? ആരെ അടിയിലാണ്? അടിയിലാൾക്കാർ കേട്ടോ. അടിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യണം. ഞാനെന്ന് വെച്ചാൽ ഈ വീഡിയോ ഇപ്പോൾ അതിൻ്റെ എനിക്ക് ബാറ്ററി ഒക്കെ ഫുള്ള് ഇതായി. പിന്നെ അവിടെ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടാണ് ഞാൻ വീഡിയോസ് എന്ത് ചെയ്യുക, ഞാൻ കട്ടാക്കാൻ പോകുന്നത്. അത് 42 ഇപ്പം അതിനെ ഞാൻ കയറി ഇറങ്ങി പോകണം. 42 10-500 ആൾക്കാരായിട്ട് ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യണം. ഒരു പ്രാവശ്യം കൂടി കാണിച്ചിട്ടാ ഇതിലെ ക്രൗഡുകൾക്ക് ഒരു പ്രാവശ്യം കൂടി കാണിച്ചുതരാം. ഒറ്റ പ്രാവശ്യം. ഷാഫി കൂരിയാട്. ഷാഫിയെ എന്താ പറയുക, ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ ഫോണിൽ ബാറ്ററി ഇല്ല ഷാഫി, അതുകൊണ്ടാണ് ഞാൻ കട്ടാക്കണത്. വേറൊന്നുമല്ല. അവിടെ എന്തോ സംഭവിക്കുന്നു. അടിപ്പോൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. വേറെ ആരെങ്കിലും ലൈവ് ഇടുന്നുണ്ട് അറിയില്ല ഷമീറെ. ആ പ്രശാന്ത് മണിമേളം അടിച്ചോക്ക്. പ്രശാന്ത് മണിമേളം ഓനടിച്ചോക്കെ. ചിലപ്പോൾ ഓൻ ലൈവിലുണ്ട് അറിയില്ല. ആ ഫേസ്ബുക്ക് തുറന്നു നോക്കിയാൽ മതി. ആരെയും ലൈവിലുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഞാൻ എന്താ പറയുക, ബാറ്ററി കമ്മിയായിട്ടാണ്. അതെല്ലാം തന്നെ പിന്നെ എൻ്റെ ബാറ്ററി തീരോളം ഞാൻ ലൈവിൽ നിൽക്കേണ്ടി വരും. അത് പക്ഷേ അപ്പം കയറൂല. അങ്ങനെ കണ്ടുപോകാം, അത്രേ ഉള്ളൂ. അവിടെ ഒരു ഗോൾ ചാൻസ് വരുന്നുണ്ട്. ആളെ കയറ്റുമ്പോൾ ഓർക്കുന്ന ആൾക്കാർ കയറി എന്ത് ചെയ്യുക? എങ്ങനെ ആൾക്കാർ കയറി? ആൾക്കാർ തള്ളി കയറിയല്ലേ? ആൾക്കാർ തള്ളി കയറിയതാ. ഞാനടക്കല്ല തള്ളി കയറിയതാ. പറയണേ ആൾക്കാർ
സെമീറ പവർ ബാങ്ക് ഒന്നും എടുത്തില്ല. ഞാൻ ഇത്ര ആൾക്കാരാണത് പ്രതീക്ഷയില്ല. അങ്ങനെ എൻ്റെ ഫോണിൽ എഴുതി കാണിച്ചു 2% ബാറ്ററി ഉള്ളൂ. ഞാൻ ഇത് കട്ടാക്കാൻ പോട്ടോ, സോറി. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ക്ലിയർ ഇല്ലാത്തൊരു ഫോണുണ്ട്, അതുവഴി ഞാൻ വിട്ടുതരാം. ഓക്കെ.